ഗൈസ് വെൽക്കം ബാക്ക്. വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നേക്കാണ് ഗൈസ്. നമ്മളിപ്പോൾ അമ്പാട്ട് കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോട്ടയത്തെ അമ്പാട്ട് കടവ്. എന്താണെന്ന് വെച്ചാൽ ആമ്പൽ വസന്തം, ആമ്പൽ വിരിയുന്ന സ്ഥലമാണ് ഗൈസ്. ഇവിടെ ഒരു വെളുപ്പിനൊക്കെ വന്നാൽ നല്ല ആമ്പലായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടുന്ന് തുടങ്ങുകയാണ് ഗൈസ്. എന്നയിലൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ കുറേ വീഡിയോ നമ്മുടെ വ്യൂവേഴ്സൊക്കെ പറയുന്നുണ്ട് അതിങ്ങനെ എടുത്തെടുത്ത് പറയണ്ടെന്ന്. അപ്പോൾ നമ്മളത് അവരുടെ അഭ്യർത്ഥന പ്രകാരം നമ്മളതെല്ലാം മാറ്റുന്നതായിരിക്കും ഗൈസ്. ഊഞ്ഞാലുണ്ട് ഗൈസ്, ഊഞ്ഞാലാടുന്നു ഊഞ്ഞാൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ അയച്ചിട്ട് ഊഞ്ഞാലാടട്ടെ. ഓക്കെ ആ ചുമ്മാ മൂട് ഗൈസ്. ആമ്പൽ, ഊഞ്ഞാൽ, ഒരു കട, അടുക്ക് കൂടെ വണ്ടി വരുന്നു, ഞാനിവിടെ. എങ്ങനെയുണ്ട് ഗൈസ്? ഡെക്കറേറ്റ് ചെയ്ത് ഊഞ്ഞാൽ മൊത്തം ആമ്പലാണ് ഗൈസ്. ഇതന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയത് അതുകൊണ്ട് അവിടെ എല്ലാം ആമ്പലാണ്, മുപ്പത്തി ആമ്പലാണ് ഗൈസ്. ഈ കടയോട് കേബായും ചേട്ട ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഗൈസ് ഇവിടെ ആമ്പൽ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. നെഞ്ചിരമേ മിന്നൽ വള ഷൂട്ട് ചെയ്ത ഗൈസ് ഇവിടെയാണ് ഗൈസ്. മിന്നൽ വള പാട്ടും കേട്ടിട്ടുണ്ട്, അതിവിടെ ഷൂട്ട് ചെയ്തത് ഈ കടവിലാണ്. ഓക്കെ ഗൈസ്, 2 മണിക്കൂർ ഇങ്ങനെ കുത്തിയിരിക്കണം. വണ്ടി അവിടെ വർക്ക്ഷോപ്പിലാണ്, നമ്മളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ലൈമ് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ലൈമ് നമുക്ക് കുടിച്ചിട്ട് നോക്കാം ഗൈസ്. ആമ്പൽ ഇവിടെ ഇരിപ്പുണ്ട്, ഇനി ഇവിടെ കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ, ചെറുക്കം വന്നിട്ടുണ്ട്. എന്റെ പേരൊക്കെ ചോദിക്കുന്നത് എന്നെ അറിയാന്നാവും പറയുന്നത്, എന്നെ അറിയത്തില്ല. എന്റെ പേര് ബ്രോ ജസ്റ്റ് വ്ളോഗ്, എന്റെ യൂട്യൂബിന്റെ പേര് ബ്രോ ജസ്റ്റ് വ്ളോഗ്. ഇത് വരും, എന്തെങ്കിലും വരും, അന്ന് നീ കണ്ടു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ഇവനെ നോക്കി വെച്ചോ, ഇതിലെ വരുന്നോണ്ട് ആരെയും നോക്കി ഗൈസ്. ഇവന്റെ കട ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളെ പയ്യൻ വള്ളത്തെ കൊണ്ടുവന്ന് പറഞ്ഞേ, നമ്മൾ 3 പേര് വള്ളത്തെ കയറാൻ പോവാം. ആരാ ഗൈഡ്? അവനാ ഗൈഡ്, അവനാ വള്ളം ഓടിക്കുന്നത്. ഞങ്ങൾ ഈ പോട്ടെ കൈ നോക്കട്ടെ എങ്ങനെ അവൻ വള്ളം ഓടിക്കുമോ, ഞങ്ങളെ കൊണ്ടുപോകും, തിരിച്ചിവിടെ വരുമോ എന്നൊക്കെ. ഈ ഇടയായിട്ടെല്ലാം വള്ളത്തേലാണ് കൈസ്. എന്നാ ചെയ്യാന്നോ, കാലെടുത്ത് പൊക്കി കയറും. വണ്ടി കരയെ കേട്ടടാ. ഇതാണ് ഗൈസ് വേലായുധൻ. അവന്റെ അഭ്യാസമൊക്കെ കണ്ട ഗൈസ്. ഇനി എത്ര മൈലേജ് ഉണ്ടോ? എത്ര തീറ്റിയാ? യമഹയാണോ ഹോണ്ടയാണോ? വരുന്നില്ലേ? വലിക്കണോ ആളാ? സിനു സോളമനെ വിളിക്കണോ? നമ്മുടെ ഒരു കൂട്ടാനാ, വള്ളത്തിന്റെ ആളാ. ഞാൻ ഇറങ്ങി വലിക്കണോ? ഓ ഇന്നെ കൊണ്ട് പറ്റും. ആ അങ്ങനെ തന്നെ. ആ അടുക്കട്ടെ, ഇനി അതേ പിടിച്ച് വലിച്ചു. ആ അതെ, അടിപ്പിച്ച് കൈസ്. ഞങ്ങൾ കയറട്ടെ. അവൻ്റെ നാക്ക് കണ്ടോ? അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാ, അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഓ കൈസ്, നമ്മൾ കയറട്ടെ. ആ കേബായി കയറിക്കോ. ഞാൻ ഇവിടെ ഇരിക്കണ്ടേ? ഇവിടെ ഇരിക്കട്ടെ. ഓ കൈസ്, ഞാൻ കയറട്ടെ. വള്ളം ഓടിക്കുന്നതിന് ഭയങ്കര പേടിയാന്ന്. ആ അങ്ങനെ തന്നെ, അതെ കുത്തി തൊഴയുവാണ്. നിന്റെ പേരെന്നായിരുന്നോ? അക്സൽ. അക്സൽ നമ്മൾ വെള്ളത്തെ കൊണ്ടുപോവാണ് ഗൈസ്. ആ വള്ളത്തേൽ മൊത്തം ആമ്പലാണ് ഗൈസ്. ആമ്പൽ ഇപ്പൊ ഇല്ല, ആമ്പൽ രാവിലെ. എഞ്ചിൻ ഓണാക്കോ എടാ? ആ എഞ്ചിൻ ഓണാക്കാന്ന് ഗൈസ്. ഓണാക്കട്ടെ, സ്റ്റാർട്ടാക്കി. മൂട് ഗൈസ്, ഹോണ്ടയുടെ GX 80cc ആണ് ഗൈസ്. ഇത് ഏതാ ആ കിടക്കുന്നത്? ആ ഇത് എത്ര പേർക്ക് കയറാം? എഞ്ചിനൊക്കെ ആ ക്ലൗഡ്സ് ഒക്കെ കണ്ടോ ഗൈസ്? ഏതാ നല്ല രസമുണ്ട് ഗൈസ്. ഗൈസ് വാട്സ്ആപ്പ് ബ്രോ. ഇതാണ് ഗൈസ് ആമ്പൽ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് ഇതെല്ലാം കാണിക്കുന്നത്. അനങ്ങായിരിക്കും. സൗണ്ടാണ് ഗൈസ്, ഒന്നും കേൾക്കുമെന്ന് തോന്നുന്നില്ല. ആമ്പൽ ഗൈസ്, നെഞ്ചിരമേ. അവിടുന്ന് ഇവിടം വരെ വന്നേ.
എൻജിനൊക്കെ ഓഫ് ചെയ്ത് പൂവൊക്കെ പറിക്കുന്നു. പൂവല്ലേ ഇത് ആമ്പല്. ഞാൻ ഒരെണ്ണം പറിക്കട്ടെ ഗൈസ്. അയ്യേ കിട്ടി ഗൈസ്. മിന്നവാളെ കയ്യിലിട്ട പെണ്ണഴകേ. അതുകൂടെ അല്ലേടാ ഷൂട്ട് ചെയ്തേ? അതാണ് മിന്നവാള. ഇവിടെയാണ് ഗൈസ് ഷൂട്ട് ചെയ്തത്. ആമ്പൽ നിങ്ങൾക്ക് വേണോ ഗൈസ്? ആമ്പൽ പറപ്പിക്കാം. അവിടെ കാണും. മിന്നവാളെ കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ മറിവില്ല മറിവില്ലാണു. അയ്യോ ഇത്രയും പറഞ്ഞു പോയി ഗൈസ്. ഇതിനകത്ത് ഇത് ആമ്പല് വിരിച്ച് കാണിക്കുന്നു ഗൈസ്. എനിക്കാണോ ആമ്പല്? അവന് വേണ്ടെന്ന് ഗൈസ്. കാണിച്ചേ. ആമ്പല് വിരിയിപ്പിച്ചിട്ടുണ്ട്. ആമ്പല് ഏത് സമയത്ത് വേണേലും വിരിയും. നമ്മുടെ കഴിവ് പോലെ ഇരിക്കും ഗൈസ്. പോകാം ഗൈസ്. അവൻ പറയുന്നത് പോകാന്നാണ് ഗൈസ്. ഈ എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ പോകണം. സ്റ്റാർട്ട് ചെയ്തു. അവിടെ കൊണ്ടുവന്നല്ലേ പറഞ്ഞത്? അവിടെ കൊണ്ടുവന്നു ഗൈസ്. ഓക്കെ ഗൈസ്. ഗൈസ് എഞ്ചിൻ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അഭിനയിക്കുവാണ്. അപ്പൊ ഓക്കെടാ, ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. നീ പൈസ തരാതെ കൊണ്ടുപോയി നോക്കാൻ വേണ്ടിയായിരുന്നു ഡാടാ. അപ്പൊ ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. അപ്പൊ ഓക്കെ ഞങ്ങള് പോയേക്കുവാ. ഓക്കെ ഗൈസ്. ചെറുക്കനെ പ്രാങ്ക് ചെയ്തേ, പൈസ കൊടുത്തില്ല. ഓക്കെ ബായ്. ഇനി എല്ലാം വരുവാണെ കാണാം നമുക്ക് ഇവിടെ വെച്ച് വല്ലോ. ഓക്കെ ഗൈസ്. അവന് പൈസ കൊടുക്കട്ടെ. ഓക്കെ ഇവിടെ വന്ന് ഐസ്ക്രീം എല്ലാം കഴിക്കട്ടെ. ഐസ്ക്രീം എല്ലാം മേടിക്കട്ടെ. ഭയങ്കര ചൂട്. ഐസ്ക്രീം മേടിച്ചത് റെഡ് വെൽവെറ്റ് ആണ്. കേബാടെ ഏതാ? മഴവില്ല്. ഞാൻ റെഡ് വെൽവെറ്റ്. ചേട്ടേ മഴവില്ല. ഇസുവരെല്ലാം മഴവില്ല ആൾക്കാരെ. ഓക്കെ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വണ്ടിയൊക്കെയാണ് ഗൈസ് പണിയുന്നത്. ഫയർഫോഴ്സ്. പക്ഷെ ലോക്ക് അതിൻ്റെ അകമല്ലേ കാണിക്കാൻ. ഇത് ഓപ്പണാകുന്നു തോന്നുന്നു. ഇതിനകത്ത് വരി ഇരിക്കുന്നതാണ്. പക്ഷേ ഇതിങ്ങനെയാണ്. സീറ്റൊന്നുമില്ല. ഇതിനകത്ത് എങ്ങനെയാണോ വരി വന്നിരിക്കുന്നത്? ഇതിനകത്തും ഉണ്ട് സ്പേസ്. ഇങ്ങനെ ഒരു സ്പേസാണ് ഇതിനകത്ത്. ഇത് ടാങ്കാണ് ഗൈസ്. എന്നെ വലിപ്പമൊന്നുമുണ്ടോ ഗൈസ്? ഇത് നൈസായിരിക്കുമല്ലോ എല്ലാവരും കൂടെ. വലിപ്പം ഇത് ഓടിക്കുന്നൊക്കെ ഒരു ഫീലായി. ഇവിടെ ആംബുലൻസ് ഇതെല്ലാം ഇവിടെ പണിയുന്നതാണ് ഗൈസ്. ഈ വർഷം പോയി പണിയുന്നത്. ഇവിടെ അപ്പറിലല്ലോ പണിതുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഇതൊക്കെ ഓടിക്കാൻ കിട്ടുക. ഓടിക്കണമെന്നുണ്ട് ഗൈസ്. പക്ഷെ വേറെ നിവർത്തിയില്ല. സർക്കാരിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ മൊത്തം ആംബുലൻസ് ഫയർഫോഴ്സ് കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങോട്ടാണ് വരുന്നത്. അവിടെ നമ്മളിപ്പോൾ ആദ്യം എടുത്തില്ല. അത് ചെങ്ങന്നൂരിൽ നിന്ന് വന്നു. അത് എഞ്ചിൻ പണിയായിട്ട് കിടക്കുന്നതാണ് ഗൈസ്. കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക ഫയർഫോഴ്സിൻ്റെയും ആംബുലൻസും ഫയർഫോഴ്സിൻ്റെ മെയിനായിട്ട് വരുന്നത് എല്ലാം ഇവിടെ കിടക്കുന്നത് ഗൈസ്. കുറേയൊക്കെ പോയതും കുറേയൊക്കെ പണിയാനും അത് എഞ്ചിൻ പണിയായിട്ട് കിടക്കുന്നത് നമ്മളിപ്പോൾ എടുത്ത്. കൊള്ളാം ഗൈസ്. ഷോപ്പിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ പോകണം ഗൈസ്. എന്നിട്ടൊന്ന് ഫ്രഷായി ഫുഡ് അടിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ റെഡിയായി എല്ലാവരും വന്ന് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. എല്ലാരും വരുന്നുണ്ട്. ഇനി നമ്മളെ എങ്ങോട്ടേലും പോകുന്നോർത്ത് ഇറങ്ങിയാണ് ഗൈസ്. എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ കാണിക്കാം. ഇതേ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറെ കണ്ടേക്കുവാണ്. സെലിബ്രിറ്റിയാണ് ഇൻസ്റ്റാഗ്രാം. ഇതിന് പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കണ്ടുമുട്ടിയേക്കുവാണ്. ഉക്കാറ് ഓക്കെ ഗൈസ് നമ്മളിനി അങ്ങോട്ട് പോകട്ടെ. അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ഗൈസ് നമ്മളിനി അങ്ങോട്ട് പോകട്ടെ. നമ്മൾ കുമരകം വന്നിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുമരകം ബോട്ടിയെട്ടിയിലാണ് ഗൈസ്. എല്ലാവരും അങ്ങോട്ട് നടക്കുന്നുണ്ട്. എൻ്റെ വ്ളോഗാണ്. എന്താണ് പറയാനുള്ളത് എൻ്റെ വ്ളോഗിനകത്ത്? ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. ഭയങ്കര പ്രൊമോഷനൊക്കെ ചെയ്യുന്നതാണ്. എന്താണ് ഈ വ്ളോഗിൽ വന്നിട്ട് പറയാനുള്ളത് എൻ്റെ ഓഡിയൻസിനോട്? ഇന്നത്തെ പരിപാടി ഫുള്ള് സ്പോൺസർ ചെയ്തേക്കുന്നത് വ്ളോഗർ അല്ലേ? അതെ ഇനി നമ്മൾ അവിടെ ചെന്ന് നോക്കട്ടെ ഗൈസ്. ബോട്ട് വല്ലതും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഓക്കെ കുമരകം ബോട്ടിയെട്ടിക്കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ചുണ്ടമ്പള്ളം കിടക്കുന്നുണ്ട് ഗൈസ്. എന്നാ ചുണ്ടല്ലേ? ഭയങ്കര വലിയ ചുണ്ട്. ബോട്ടിൽ നീളം എന്തൊക്കെ പറയുന്നു. ഇതുണ്ടോ ഗൈസ്? ഇതിനകത്ത് എത്ര പേർക്ക് ഇരിക്കുക? വാവ് ഇതിലാണ് ഗൈസ് വള്ളംകളി കളിക്കുന്നത്. ഇത്ര നീളമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കായലിലോട്ട് പോവാം.
നമ്മൾ സ്പടികം ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ഉണ്ട് ഗൈസ് ഇവിടെ. അത് കാണാൻ കുക്കുജിക്ക് കാണുന്ന സ്പടികം ഇതുവരെ കണ്ടിട്ടില്ലെന്നാ പറയുന്നേ. കണ്ടിട്ടുണ്ട്. അവരൊന്ന് വരുന്നുണ്ട് ഗൈസ്. അവരെന്തെന്ന് അറിയത്തില്ല. ആ ബോട്ടിൽ നമ്മൾ നോക്കി പോയി കണ്ടിട്ട് ഇങ്ങ് വരും ഗൈസ്. അത് പോയി കണ്ടിട്ട് ഇങ്ങ് വരും ഗൈസ്. ഇപ്പൊ ഇല്ല, പിന്നെ കയറ്റും. ഓക്കെ ഗൈസ്. നമ്മൾ നടന്ന് കുരിശുംതൊട്ടിയോടെ എത്തി ഗൈസ്. ഇത് കായലാണ് ഗൈസ്. ഇതെല്ലാം ഈ വ്ലോഗിനകത്ത് നിങ്ങൾക്ക് കാണാം. വേറെ ഏതെങ്കിലും വ്ലോഗിനകത്ത് നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗൈസ് വ്യൂ നോക്ക്. നൈസ് അല്ലേ? ഇതാണ് എനിക്കൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അത് സ്ഥലമായി അങ്ങനെയുണ്ട്. ഗൈസ് ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. വാവ്, ഒരു ഡ്രോൺ ഉണ്ട്. ഡ്രോൺ ഷോട്ട് എടുക്കാൻ. അയ്യോ, പള്ളിയുടെ അത് അടച്ചിട്ടേക്കോ അല്ലേ? അയ്യോ, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കുറേ ഏട്ടന്മാര് വള്ളത്തേലൊക്കെ പോകുന്നുണ്ട്. അങ്ങോന്നൊരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് ഗൈസ്. അതിലാണ് നമ്മൾ പോകുന്നത്. അതിൽ നമ്മൾ പിന്നെ ഒരു ദിവസം പോകും, ഇപ്പോഴല്ല. ഇവിടെ ഒരു കുശിന്നുണ്ട്. നമ്മളെ സ്പടിയത്തിനകത്ത് ലാലേട്ടനെ ഒന്ന് കുത്തിയിട്ട് സ്പീഡ് ബോട്ട് വരുത്തും പോകത്തില്ല ഗൈസ്. അത് ഇവിടുന്ന് തന്നെ. അന്ന് ഈ കട്ടൊന്നുമില്ല. അതാണ് ലൊക്കേഷൻ. നമുക്ക് പോകേണ്ട ബോട്ടൊന്നും ഇവിടെ കാണുന്നില്ല ഗൈസ്. അത് വരട്ടെ. അവരങ്ങൊന്നും നടന്നു വരുന്നുണ്ട് ഗൈസ്. ലാലേട്ടനെ കുത്തിയിട്ട് പോയത് ആ സൈഡിൽ നിന്നാണ് ഗൈസ്. ഇത് അടച്ചിട്ടേക്കോ, അല്ലെ ഞാൻ കയറി കാണിക്കായിരുന്നു. ഇത് പൂട്ടിയിട്ടേക്കോ. ലാലേട്ടനെ കുത്തിയിട്ട് അവിടെ നിന്ന് ഹൗസ് ബോട്ടായി വന്ന് പോകുന്ന ഒരു സീനുണ്ടല്ലോ ഗൈസ്. അത് ഇതാണ്. ഓക്കെ, ആ വെള്ളം സ്റ്റാർട്ടാക്കി. എന്താ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഫോട്ടോ എടുത്തല്ലേ. ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് ഗൈസ്. എന്താ വ്യൂ എങ്ങനെയുണ്ട്? കറി വെച്ചിട്ട് കൊണ്ടുപോവാ. വേമ്പ വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ ലാലേട്ടനെ ഇവിടുന്ന കുത്തിയത് സ്പടിയത്തിനകത്ത്. അതാണ്ട് അവിടെ ആറ്റത്ത കണ്ടിട്ടുണ്ടല്ലോ. ചോര ഉണ്ടോ അവിടെ? പോയി നോക്കിട്ട്. ആ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അതിനെ അടച്ച് നമ്മളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഇതിന് വേണോ അതിന് വേണോ? ഇതാണ് ഓടുകയല്ലേ. ഇതൊന്നും ഓടാതെ കിടക്കാൻ. അന്ന് നീന്തി കയറിക്കോ. അഡ്വഞ്ചറിങ് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ? ചാടി കയറി. വാ. ഇതിനകത്തുള്ളവർക്കൊരു വൈബില്ലല്ലോ ഗൈസ്. ഒരു അനക്കോ ഇല്ല ഈ ബോട്ടിലൊന്നും. മടുത്ത് കാണാവരെല്ലാം. ഓക്കെ ഗൈസ്, നമുക്ക് പോകാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം ബോട്ടിൽ ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് ഗൈസ്. എത്ര നേരമായെന്നറിയോ? സമയം നോക്കിയെന്ന് ഞങ്ങളിതാ കയറട്ടെ ഗൈസ്. ഓക്കെ, ഇത് അടുപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് വളയ്ക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഒരു വളയ്ക്കുന്ന ഒരു നാക്കുണ്ട്, കാണിച്ചു തരാം ഗൈസ്. വളയുന്നുണ്ടോ ഗൈസ്? അവരിങ്ങനെ കറക്കുവോ? കണ്ടോ കറങ്ങുന്നുണ്ടോ? ഇനി എന്നിട്ട് ഈ ബാക്ക് അവിടെ പോകും. ഫ്രണ്ടാ അത്. ആ ഫ്രണ്ട് അവിടെ നിന്ന് കമ്പ് വെച്ച് കുത്തി വിടുന്നു. കണ്ടോ കറങ്ങി വരുന്നുണ്ടോ ഗൈസ്? ഇത്ര ഇടയ്ക്കകത്തിട്ട് അത് വളയ്ക്കുന്ന മാതിരിയാണ്. അത് കഴിയുക. ഓക്കെ ഗൈസ്, കണ്ടോ വളയുന്നുണ്ട്. ഇനി അത് വളഞ്ഞ് നേരെ വരട്ടെ, എന്നിട്ട് കാണിക്കാം. ബോട്ട് വളയുന്നുണ്ടോ ഗൈസ്? ആകെ ബോട്ടിൽ നേരെ നിൽക്കാനുള്ള ഇടയുള്ളൂ. അതിനകത്തിട്ട് തിരിക്കുമോ? എന്തൊക്കെയായാലും ഇടിച്ചു ഗൈസ്. ക്ലോസ് കോൾ. ലുക്ക് ഗൈസ്, ഇടിച്ചില്ലെന്ന് പറഞ്ഞ് വളയ്ക്കുമോ? ഉണ്ട്. ഈ ചേട്ടൻ്റെ ഒരു പരിശ്രമം കൂടെ ഉണ്ട്, അല്ലേ വളയ്ക്കത്തില്ല. തള്ളി വിടുവോ? നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഓക്കെ, ബോട്ടെനിക്ക് നമുക്ക് ഇരിക്കാൻ തീറ്റി കിട്ടിയില്ല കൈ. തിരിച്ചു ഇതാ തന്നെ വരാം, അന്നേരം കുഴപ്പമില്ല. ബോട്ടെനിക്കിട്ടുണ്ട്. ഫ്രണ്ടിലാണ് വണ്ടി ഓടിക്കുന്നത്. കായലിറങ്ങി വണ്ടിക്ക് എന്തോ എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര സൗണ്ട്. നമ്മൾ പറയുന്നൊന്നും കേൾക്കുമെന്ന് തോന്നുന്നില്ല.
അവരെല്ലാം അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മളൊരു സീറ്റ് കിട്ടിയില്ല, നമ്മൾ പെട്ടെന്ന് കയറാൻ നോക്കി, സീറ്റ് കിട്ടിയില്ല. ലാസ്റ്റ് കയറിയാണ് സീറ്റ് കിട്ടാൻ. നല്ല വ്യൂ ആണ് ഗൈസ്. പക്ഷേ തിരിച്ചു വരുമ്പോൾ കാണിക്കാം, സൈഡ് സീറ്റ് കിട്ടുമ്പോൾ അന്നേരം കാണിക്കാം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ. ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ കയറി നമ്മളിതേ തന്നെ ഇരിക്കുകയാണ് ഗൈസ്. വ്യൂ നോക്ക് ഗൈസ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. നമുക്ക് അവനി അങ്ങനെ എടുത്തോ, അവിടെ എവിടെ എങ്ങാണ്ട്. ഓക്കെ ഗൈസ്, ഇനി നടക്കുന്നുണ്ട്. 2 പിള്ളേർ എൻ്റെ വഴിയിൽ കൈ കാണിച്ച് വിളിക്കുന്നു. എന്നാടാ എന്താടാ എന്താടാ അവനറിയത്തില്ലല്ലോ ഇത് വ്ലോഗ് യൂട്യൂബിൽ വരുമെന്ന്. ണങ്ങി നമ്മൾ അവിടെ നിന്നാണ് ബോട്ട് എടുത്തത്. അതുകൊണ്ട് അവിടുത്തെ സ്കൈ കണ്ടോ ഗൈസ്. വാ, നമ്മളിനി പോവാണ് ഗൈസ്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഈ 2 പിള്ളേർ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഫോട്ടോ കാണിച്ച് നമ്മുടെ ഫോട്ടോ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നൊക്കെ ഇറങ്ങി വണ്ടി കയറിയിട്ടുണ്ട്. ഇവരെല്ലാം ഫുഡ് കഴിക്കാൻ കയറുവാണ്. ഫുഡ് എല്ലാം കഴിക്കട്ടെ, കാണിക്കാം. ഓക്കെ, ഫുഡ് അടിക്കാൻ കയറിയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ നിരന്ന് ഇരിപ്പുണ്ട്. വരട്ടെ ഗൈസ്. നമ്മുടെ മലയോട് വിട്ടേക്കുന്നുണ്ട്. ക്രിസ്മസ് ആയി ഗൈസ്. ഇതൊന്നും ഞാൻ വ്ലോഗിനകത്ത് ഇടത്തില്ലെന്ന് അറിയില്ല. ഫുഡ് വന്ന് എല്ലാവരും കഴിക്കുവാണ്. ബോണപ്പറ്റി. ഓക്കെ, ഈ കടയാണ് ഗൈസ്. ഇനി അമ്മ അങ്ങോട്ട് പോട്ടെ. ഇരിക്കാൻ കൊണ്ട് ഇത് കണ്ട കാണിക്കും. ഇത്ര ഇട വണ്ടിക്കകത്തുണ്ടായിട്ട് സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇച്ചിരി ഇട ഉണ്ടായിട്ട് അഡ്ജസ്റ്റ് ഇരിക്കാൻ അറിയത്തില്ല. ഓക്കെ, ഇറക്കി വിടുവാണ്. സെലിബ്രിറ്റിയെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ആ ഓക്കെ, ബൈ 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 ബൈ. വേഗം കയറിക്കോ. കേബേർഡ് ബൈ പറ. ബൈ 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 ബൈ. ഓക്കെ ഓക്കെ. ഹോസ്റ്റലിൽ നിന്ന് കള്ളം പറഞ്ഞ് ചാടിയതാണ്. വാടനെ അയച്ചു കൊടുത്തു. ഓക്കെ, വീഡിയോ കാണണ്ട. പരിപാടിയൊക്കെ എല്ലാരും കണ്ടല്ലോ. ചേട്ടായി എല്ലാരും ഉണ്ട്. കേബായ് ഇനി അടുത്ത വ്ലോഗിലൊന്നും എന്റെ കൂടെ കാണത്തില്ല. കേബായ് പോവാണ്, പറക്കുവാണ്. ഞാനും ഉണ്ട്. ഞാനും പോയി. സർപ്രൈസ് ആണ്. ഞാനും പോയില്ലേ. നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അടുത്ത വ്ലോഗ് വരെ നിങ്ങൾ കാത്തിരിക്കുക ഗൈസ്. ഞങ്ങളിൽ ആര് പോകുന്നു നിങ്ങൾക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ കേബായ് ഇനി അടുത്ത വ്ലോഗിലൊന്നും കാണത്തില്ല. അപ്പൊ അടുത്തൊരു പുതിയ വ്ലോഗായിട്ട് വരുന്നേ.